ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പൊറോട്ട ഇഷ്ടമില്ലാത്ത മലയാളികൾ നമുക്കിടയിൽ ഉണ്ടാവില്ലല്ലോ. മലയാളികളുടെ ഒരു വികാരം തന്നെയാണ് നമ്മുടെ പൊറോട്ട. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഉണ്ടാക്കുന്നത് വീശി അടിക്കാത്ത പൊറോട്ടയാണ്. ഇത് നല്ല സോഫ്റ്റും ക്രിസ്പിയുമായിട്ടുള്ള പൊറോട്ടയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ പൊറോട്ട ഉണ്ടാക്കി തുടങ്ങാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പൊറോട്ടയുടെ പുറംഭാഗമൊക്കെ ഒന്ന് നല്ല ക്രിസ്പി ആയിട്ടിരിക്കില്ലേ, അതുപോലെ ആയി കിട്ടാനാണ്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും 1 മുട്ടയും 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നിങ്ങൾക്ക് മൈദ പൊറോട്ട ഇഷ്ടമില്ലെങ്കിൽ വീറ്റ് ഫ്ലോർ വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അത്യാവശ്യം നല്ല ലൂസിലായിരിക്കണം കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ കുഴച്ചാൽ മാവ് നല്ല സോഫ്റ്റായി കിട്ടും. അപ്പം നമ്മൾ കുഴയ്ക്കുമ്പോൾ നല്ല പ്രസ് ചെയ്ത് കുഴച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഒന്ന് ബൗളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. അപ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. ചപ്പാത്തിക്കൊക്കെ ബോൾസ് ആക്കി എടുക്കും പോലെ എടുത്താൽ മതി. ഇനി ഇതിലേക്കുള്ള ഓയിൽ മിക്സ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ 5 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓയിലൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ബോൾസൊക്കെ ഒന്ന് പരത്തി എടുക്കണം. അതിനായിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരുപാട് തിന്നാക്കി ഒന്ന് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഏകദേശം ഒരു ഷേപ്പായി കിട്ടിയാൽ മതി. ഇനി നമ്മളിത് വെക്കുന്ന പ്ലേറ്റിലേക്ക് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് മൈദ ഒന്ന് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ലെയേഴ്സായി വെക്കുമ്പോൾ ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ബാക്കിയുള്ള ബോൾസ് കൂടി ഇതേപോലെ പരത്തി മുകളിലായിട്ട് അടുക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഇടയിൽ മൈദയും വിതറി ഓയിലും ബ്രഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ ബോൾസും ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ കൂടുതൽ അളവിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ വേറെയും പ്ലേറ്റ് വെച്ചിട്ട് ലെയേഴ്സ് അടുക്കി വെച്ച് കൊടുത്ത് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ലെയേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെയർ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ലെയേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ലെയേഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കണം. ഒരുപാട് പ്രസ് ചെയ്ത് പരത്തരുത്. ജസ്റ്റ് ഒന്ന് നീളത്തിൽ ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. ഒരുപാട് തിന്നാക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ കണ്ടില്ലേ ലെയേഴ്സൊക്കെ. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ലെയേഴ്സും കൂടി ഇതേപോലെ ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം, ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഓരോരോ ബോൾസ് എടുത്തിട്ട് ഇതേപോലെ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൈ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം.
ഒരുപാട് അങ്ങോട്ട് തിന്നാക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് പൊറോട്ട ചുട്ടെടുക്കാം. ഇതേപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായപ്പോൾ തന്നെ ലെയേഴ്സ് വിട്ട് വരുന്നത് കണ്ടില്ലേ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിന് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ലെയേഴ്സൊക്കെ നല്ലപോലെ വിട്ട് വന്നിട്ടുണ്ട്. പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള ബോൾസ് കൂടി പരത്തിയെടുത്ത് ചുട്ടെടുക്കാം. ഞാനിതിൻ്റെ മുന്നേ ഒരു താമി കിഴി പൊറോട്ട എന്ന് പറഞ്ഞിട്ട് പൊറോട്ട വെച്ചിട്ട് നല്ലൊരു റെസിപ്പി ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതാരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഒന്ന് കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ വീട്ടിൽ തന്നെ പൊറോട്ട ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടപ്പെടും. വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ രുചി വേറെ തന്നെയല്ലേ. ഇനി ഇതേപോലെ 4-5 പൊറോട്ട ആയി കഴിഞ്ഞാൽ നമുക്കിതുപോലെ അടുക്കി വെച്ചിട്ട് 2 സൈഡിൽ നിന്നും കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കണം. അപ്പോൾ നല്ലോണം ലെയേഴ്സൊക്കെ വിട്ട് കിട്ടും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പം നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം. താങ്ക് യു.